മുന്നേറാൻ മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകള ശബ്ദങ്ങൾ വിദൂരതേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. വിദൂരതേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. അസാധ്യമാവില്ലൊന്നും മദ്യന് മനസ്സു വെച്ചിടിൽ. പ്രശുദ്ധ ശക്തി സ്രോതസ്സുകളെ തുറന്നു വിട്ടിടിൽ. ജഡത്തമല്ല നമ്മളിലുള്ളത് വിശുദ്ധ ചൈതന്യം. നമുക്ക് മൂന്നടി വെക്കാം പോരി പ്രപഞ്ചമൊട്ടാകെ. നമുക്ക് മൂന്നടി വെക്കാം പോരി പ്രപഞ്ചമൊട്ടാകെ. ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ. മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകള ശബ്ദങ്ങൾ വിദൂരതേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. വിദൂരതേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. വിദൂരതേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. ആശംസിക്കുന്നതിനായി സംസ്ഥാന അഖില ഭാരത ശരണ സാഹിത്യ പരിഷത്ത് സ്വാമിജി ഏതൊരു പരിശുദ്ധരായിട്ടുള്ള വിശുദ്ധ വ്യക്തികളെ ഈ സദസ്സിനും പങ്കാളികളായിട്ടുള്ള ജനന്മാർക്ക് ബന്ധുമാർ രക്ഷകർത്താക്കൾ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ മാന്നാർ മീഡിയ സെല്ലിൻ്റെ മുഴുവൻ പത്രപ്രവർത്തകരെ നിങ്ങൾക്കെൻ്റെ വിനീതമായ നമസ്കാരം. ഈ വേദിയിൽ സ്വാഗതം. കേരളഘടകത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നതിൽ ഞാൻ അതീവ നന്ദിയുള്ളവരാണ്. ഈ ക്ഷേത്രമണ്ഡലത്തിൽ നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വെറും ഒരു ചടങ്ങിനായല്ല, മനുഷ്യനായി കാണുന്ന, ഹൃദയത്തെ ഹൃദയത്തോട് ചേർക്കുന്ന, ആത്മീയതയെ സേവനത്തോടും സമത്വത്തോടും ബന്ധിപ്പിക്കുന്ന ഒരു മഹാദർശനം പങ്കുവെക്കുന്നതിനാണ്. ഇന്ന് പക്ഷത്തിനെ പറ്റി ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ബസവദർശനം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പദവിയിൽ ഒതുങ്ങുന്ന ചിന്തയല്ല. അത് മനുഷ്യനാക്കുന്ന, മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന, സമൂഹത്തെ സമത്വത്തിലേക്ക് നയിക്കുന്ന ഒരു ജീവിത ദർശനമാണ്. ശരണൻ എന്ന വാക്കിന് അർത്ഥം തന്നെ അതാണ്. ശരണൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുന്നിൽ അഹങ്കാരമൊഴിഞ്ഞ് സത്യത്തിനും കരുണയ്ക്കും നീതിക്കും ജീവിതം സമർപ്പിച്ചവനെന്നാണ്. ഒരു ശരണൻ കുറിച്ചാണ് ചിത്തൂർ മഠം ബസവദർശനത്തെ പ്രവൃത്തിയാക്കി മാറ്റിയ ഇടമാണ്. എങ്കിൽ അത് അഖില ഭാരത ശരണ സാഹിത്യ പരിഷത്ത് ആ പ്രവൃത്തിയെ സാഹിത്യപരമായും ചിന്തയായും ഭാഷയായും സമൂഹത്തിലേക്ക് എത്തിക്കുന്ന വേദി കൂടിയാണ്. ഒരു വശത്ത് മഠം ദാസോഹത്തിലൂടെ മനുഷ്യർക്കായി സേവനം നൽകുമ്പോൾ, മറുവശത്ത് പരിഷത്ത് ബസവദർശനങ്ങളിലൂടെയും സന്മാന പഠനങ്ങളിലൂടെയും സാരാംശങ്ങളിലൂടെയും അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരു വശത്ത് മഠം വിദ്യാഭ്യാസം ആതുര സേവനം ഉയർത്തിപ്പിടിക്കുമ്പോൾ, മറുവശത്ത് ഏറ്റവും ആദരണീയനായ സ്വാമി അസംഗാനന്ദഗിരി അവരുകളെ
സ്വാമി ജഗദീശ ജൈക്യശാശ്വത നിഗമം തേടിനമിന്ദ്രദാംബുജം ഏതാളം സനാതന ധർമ്മ സാംസ്കാരിക വേനൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ക്യാമ്പിൻ്റെ സമാപന യോഗത്തിൻ്റെ അധ്യക്ഷൻ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് വിശ്വനാഥൻ അമർയം സ്വാഗതം ആശംസിച്ച ശ്രീ ശങ്കരപിള്ള അഖില ഭാരത ശരണ സാഹിത്യ പരിഷത്ത് വേദിയിൽ ഉള്ള ക്ഷേത്രത്തിൻ്റെ മുഖ്യ പുരോഹിതൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ അവധിക്കാല പഠന ക്യാമ്പിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയ ആത്മ സഹോദരങ്ങളെ, ക്രിസ്ത്യനുജന്മാരെ, എല്ലാവർക്കും നമസ്കാരം. പറയുന്നതിനൊക്കെ ഉത്തരം പറയണം. ചോദിക്കുന്നതിന് ഇവിടെ സമ്മാനങ്ങൾ ഉണ്ട്. അവിടെ വേനൽ അവധി എങ്ങനെയുണ്ട്? വേനൽ ചൂട് എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? നല്ല ചൂടാണോ? ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തന്നവര് തന്നോ? ഒരു ശാന്തിയുണ്ട്, തണുപ്പുണ്ട് അല്ലേ? എന്തൊരു തണുപ്പുണ്ട്. വീട്ടിലേക്കാളും റോട്ടിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഒരു തണുപ്പ് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ വേതാളം കുന്നുക്ഷേത്രം ഒരു പരബ്രഹ്മ സന്നിധിയായിട്ടാണ് അറിയപ്പെടുന്നത്. ആണോ? എന്തോ ആണ് പരബ്രഹ്മം എന്ന് വെച്ചാൽ? ഗുരുവായൂരപ്പൻ ഒരു മൂർത്ത രൂപമുണ്ട്, പത്മനാഭസ്വാമി, അത് ധാരാളം ദേവതകളാണ് ഓരോ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നത്. പരബ്രഹ്മം ഇരിക്കുന്നത് എവിടെയാണ്? എവിടെയായിരിക്കുന്നത്? നമ്മൾ സാധാരണ പറയും പരബ്രഹ്മം ഓച്ചിറയിലാണെന്ന് പറയും. അതെ, ഓച്ചിറ പരബ്രഹ്മം എന്ന് പറയും. അപ്പോൾ പരബ്രഹ്മത്തിൽ ഇരിക്കുവാൻ പ്രത്യേകമായ സ്ഥലം ഒന്നും വേണ്ട. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന മഹാശക്തിയെ ഗുരുക്കന്മാർ പറയുന്ന നാമമാണ് പരബ്രഹ്മം. ഏറ്റവും വലുതായ ശക്തി, ഏറ്റവും വലുതായ ഈശ്വരൻ. ബൃഹത് എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് അർത്ഥം. അപ്പോൾ നാമത്തിനും രൂപത്തിനും അതീതമായ, എന്നാൽ എല്ലാ നാമവും രൂപവും ആയിരിക്കുന്ന ഈശ്വര ചൈതന്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലകൊള്ളുന്നത്. ആ ശക്തിയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. ഓച്ചിറ പരബ്രഹ്മത്തിന്റെ കഥ അറിയാമോ? കഥ അറിയാമോ? എന്തൊക്കെ കഥ അറിയാം? എന്തൊക്കെ കഥ അറിയാവുന്നു? ഒരു കഥയെ അറിയത്തില്ലേ? ഒരു കഥ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എത്ര കഥ അറിയാം നിനക്ക്? എത്ര കഥ അറിയാം? കഥയൊക്കെ പറഞ്ഞു ആരെങ്കിലും? ഇല്ല, ആരും ഒരു കഥയും പറഞ്ഞില്ല. ഇപ്പൊ കഥയൊക്കെ അമ്മമാര് പറഞ്ഞു കൊടുക്കാറുണ്ടോ മക്കൾക്ക്? പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ? അമ്മ കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കോ കഥ പറഞ്ഞിട്ടില്ല? എന്ത് കഥയൊക്കെ അറിയാം? ഒരു കഥ ഇവിടെ പറയാൻ പോകുന്നു, ശ്രദ്ധിച്ചിരിക്കുമോ? ഒരു പരബ്രഹ്മത്തിന്റെ കഥ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥയാണ്. പണ്ട് വലിയ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു.
ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ. ഈ നമ്പൂതിരിക്ക് എപ്പോഴും യാത്ര പോകണം. ഓരോ സ്ഥലങ്ങളിലും എന്താണ് യാത്ര ചെയ്ത് അങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ് ഈ നമ്പൂതിരി. വലിയ പൂജകളും കർമ്മങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തുന്ന ആളാണ് ഈ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഭൃത്യനുണ്ട്, ഒരു വേലക്കാരൻ. അപ്പോൾ ഇവനാണ് ഈ നമ്പൂതിരിയുടെ പാണ്ഡം, തുണികളും പൂജാ സാമഗ്രികളും ഭക്ഷണവും അതൊക്കെ ചുമന്നുകൊണ്ട് പോകേണ്ട ജോലി ഇവനാണ്, ഈ ഭൃത്യൻ്റെയാണ്. അപ്പോൾ ഇവരിങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് പോകുമ്പോൾ നമ്പൂതിരി ഇടയ്ക്ക് സന്ധ്യ സമയമാകുമ്പോൾ പ്രഭാതത്തിലും ഒക്കെ ഇറങ്ങി കുളിച്ച് ജപവും തപസ്സും ധ്യാനവും ഒക്കെ ചെയ്യും. നിങ്ങൾ ചെയ്യാറുണ്ടോ? ധ്യാനം ചെയ്യാറുണ്ടോ? എപ്പോഴും കള്ളം പറയുന്നത്. ജപം ചെയ്യാറുണ്ടോ? ഉണ്ടോ? എന്ത് പ്രാർത്ഥന ചെയ്യാറുണ്ടോ? രാവിലെ വൈകുന്നേരവും ഉണ്ടോ? പ്രാർത്ഥിക്കുന്നവർക്കൊന്ന് കൈപ്പൊക്കി. രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുന്നവർ സത്യമായിരിക്കണം. പ്രാർത്ഥിക്കുന്നത് 1 2 3 4 5 6 11 പേരെ പ്രാർത്ഥിക്കുന്നത്. ബാക്കി ആരും പ്രാർത്ഥിക്കത്തില്ല. എല്ലാ ദിവസവും രാവിലെ കുളിക്കുന്നവരൊന്ന് കൈവഹിക്കുക. എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും കുളിക്കും. ശരി മിടുക്കന്മാരാണ്. പ്രാർത്ഥനയും കൂടി വന്നാൽ മതി. ഈ നമ്പൂതിരി എല്ലാ ദിവസവും സ്നാനം ഒക്കെ കഴിഞ്ഞ് എങ്ങനെ ഇരുന്ന് ധ്യാനിക്കും. എല്ലാ ദിവസവും ധ്യാനിക്കും. അപ്പൊ ഈ കൂടെ നിൽക്കുന്ന വേലക്കാരൻ ചോദിക്കും, ആരെയാണ് അങ്ങ് ധ്യാനിക്കുന്നത്? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ആരെയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയും, അത് പരബ്രഹ്മത്തിനെയാണ് എന്ന് പറയും. ഓ, പരബ്രഹ്മം എന്ന് ചോദിച്ചാൽ അതെങ്ങനെ ഇരിക്കും? അതിൻ്റെ രൂപം എന്താണ്? എങ്ങനെയാണ് ഇരിക്കുന്നത്? പിന്നെ പരബ്രഹ്മത്തെ പറ്റി ചിന്തയായി, അതിനെ പറ്റിയുള്ള സംശയമായി. ഓരോന്നോരോന്ന് ചോദിക്കും. പരബ്രഹ്മം നടക്കുമോ? പരബ്രഹ്മം ഇരിക്കുമോ? അത് വെളുത്തതാണോ കറുത്തതാണോ? കാണാൻ ഭംഗിയുണ്ടോ? അങ്ങനെ ഓരോന്നും ഈ നമ്പൂതിരിയോട് ഇദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. ഓരോ സംശയം വരുമ്പോഴെന്താണ് ഇദ്ദേഹം പറയും, എടാ മണ്ട, പരബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു പോത്തുണ്ട്, ഒരു അർജുന പോത്ത്. ആ അർജുന പോത്തിനെ പോലെ ഒരു പോത്തിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അദ്ദേഹം സന്തോഷമായി. പോത്തിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പം എന്നും ഈ നമ്പൂതിരി പരബ്രഹ്മത്തെ ധ്യാനിക്കുമ്പോൾ ഇദ്ദേഹവും മാറിയിരുന്ന് കുളിച്ച് ഇരുന്ന് ധ്യാനിക്കും. ശുദ്ധമായ മനസ്സുമായിട്ട് ധ്യാനിക്കുന്നത് പോത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ധ്യാനിച്ച് ഒരു ദിവസം ഈ ഭാണ്ഡമെല്ലാം ചുമന്ന് വിഷമിച്ച് ക്ഷീണിച്ചപ്പോൾ വിളിച്ച്, പരബ്രഹ്മനെ, എൻ്റെ അർജുന പോത്തെ, നീ എന്താണ് എൻ്റെ അടുത്ത് വന്ന് ഈ ഭാണ്ഡമൊക്കെ ഒന്ന് ചുമന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. അപ്പം തന്നെ എന്താണ്, ഈ പോത്തിൻ്റെ രൂപത്തിൽ അവിടെ ഈ പരബ്രഹ്മം വന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ഭാണ്ഡമൊക്കെ ചുമന്ന് ഈ പോത്തിൻ്റെ പുറത്ത് കയറി പിന്നെ യാത്രയായി. അങ്ങനെ കുറേ ദിവസം ഇദ്ദേഹത്തെ സഹായിക്കാൻ ഈ പരബ്രഹ്മം ഒപ്പമെത്തി ഭാണ്ഡവും കെട്ടുമൊക്കെ ചുമന്നു. അങ്ങനെ സഹായിച്ച് ഏതാനും ദിവസം കഴിയുമ്പോഴാണ് ഈ നമ്പൂതിരി മനസ്സിലാക്കുന്നത്, ഇവൻ്റെ കൂടെ ഏതോ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണല്ലോ ഇവനെ സഹായിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, അങ്ങ് പറഞ്ഞ പരബ്രഹ്മത്തെ ഞാൻ ധ്യാനിച്ചു പോത്തിൻ്റെ രൂപത്തിൽ. ആ പോത്ത് ആയിട്ട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു വരുന്നത് ഈ പരബ്രഹ്മമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനിത്രയും വർഷങ്ങളായി, എത്രയോ ദിനരാത്രങ്ങളായി
ധ്യാനിക്കുന്ന ഈ പരബ്രഹ്മ സ്വരൂപത്തെ എനിക്കിതുവരെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ സ്പർശിക്കുന്നതിനോ സാധിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, ഈ സാധാരണ മനുഷ്യൻ, എൻ്റെ വേലക്കാരൻ, അവൻ ഈ സത്യത്തെ കണ്ടിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അവിടെ നിദാനമായിരിക്കുന്നത് അവൻ്റെ മനഃശുദ്ധിയാണ്. മനഃശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ നമ്മുടെ അരികിൽ എത്തും, പ്രാർത്ഥനകൾ സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എത്ര ശുദ്ധിയാണ് വേണ്ടത്? ഗുരു നമ്മളോട് പറയുന്നത് 5 ശുദ്ധിയാണ്. അതാണ് ശരീരശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയ ശുദ്ധി, മനഃശുദ്ധി. ഏതൊക്കെയാണ് പറഞ്ഞേ? ശരീരശുദ്ധി പറഞ്ഞോ, ഏറ്റു പറഞ്ഞോ. ശരീരശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയശുദ്ധി, മനഃശുദ്ധി, ഗൃഹശുദ്ധി. 5 ശുദ്ധികൾ ഉണ്ടായിരിക്കണം, അല്ലെ? ശരീരം ശുദ്ധമായിരിക്കണം. രാവിലെ എഴുന്നേറ്റാൽ തനിയെ പല്ല് തേച്ച് കുളിച്ച് വൃത്തിയാകുന്ന എത്ര പേരുണ്ട് ആരും സഹായിക്കാതെ? പാട്ട് പറഞ്ഞു തരട്ടെ? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമോ? മനഃശുദ്ധമാകുന്നൊരു പാട്ട് എല്ലാവരും ഏറ്റിട്ടുണ്ടാകും. പറയാം. റെഡിയായോ? ഓക്കെ ആണോ? ഞാൻ ചൊല്ലിത്തരാം. നല്ലതല്ലൊരുവൻ ചെയ്ത പോരാ ആരും ചൊല്ലുന്നില്ല. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. ഇതാണ് മനസ്സിലായ കാര്യം. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. ഒരാൾ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം, ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കുന്നത് നല്ലതല്ല എന്നാണ് ഗുരു ഇവിടെ പറയുന്നത്. കുറെ പേരൊക്കെ വന്നിട്ടുണ്ടല്ലേ? എവിടെയാണ് ശിവഗിരി? എവിടെയാണ്? കിഴക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ? എവിടെയാ? എൻ്റെ കൂടെ ആരൊക്കെ വരുന്നുണ്ട്? ശിവഗിരിക്ക് വരുന്നവരാരൊക്കെ കൂടെ വരുന്നുണ്ടോ? വന്നാ കൊണ്ടുപോവാം. വരണോ? എന്തോ പേര്? രാംദേവ്. രാംദേവിന് വരണമെന്നുണ്ട്. വീട്ടിലൊക്കെ പറയണം, അല്ലേ? നിനക്ക് വരണോ? രാംദേവ് വന്നാൽ എന്തെങ്കിലും കൊണ്ടുവരാം. തൊപ്പിക്കാരൻ്റെ പേരെന്താ? നിരഞ്ജൻ. നിരഞ്ജൻ എന്തായാലും വരും, അല്ലേ? എല്ലാവർക്കും ഒക്കെ വരണമെന്നുണ്ട്. ഇവിടെ പ്രസിഡന്റിനോട് പറയുക, ശിവഗിരിയിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോകണം. എല്ലാവരും വന്ന് ശിവഗിരിയും പുണ്യസ്ഥലങ്ങളൊക്കെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കണം. എന്താണ് ശിവഗിരിയുടെ പ്രത്യേകത? ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സ്ഥലമാണ്, അല്ലേ? ഗുരു എന്താണ് ലോകത്തോട് പറഞ്ഞത്? ഗുരുവിന്റെ ഒരു വാക്യം എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അത്രയേ ഉള്ളൂ, പിന്നെ ഒരുവില്ല. എന്താണ്? എല്ലാവരും ഒരു ജാതിയിൽപ്പെട്ട ആളുകളാണെന്നും നമുക്കെല്ലാവർക്കും ഒരേ ഒരു മതമാണ് ഉള്ളതെന്നും നമ്മളെ സൃഷ്ടിച്ച ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ എന്നും ലോകത്തെ പറഞ്ഞു പഠിപ്പിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഈ ദർശനത്തിന് പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? അദ്വൈത ദർശനം, അല്ലേ? അദ്വൈതം എന്ന് വെച്ചാൽ എന്താണ്? അദ്വൈതം എന്ന് പേരുണ്ടോ ആർക്കെങ്കിലും? അദ്വൈതം ഉണ്ടോ ഇവിടെ? രണ്ടല്ലാത്തത്, രണ്ടില്ല എന്ന ദർശനം. ആ ദർശനമാണ് മഹാത്മാഗാന്ധി
ശിവഗിരിയിൽ വന്നപ്പോൾ ഗുരു ഗാന്ധിജിയോടും പറഞ്ഞു കൊടുത്തത്. അതൊക്കെ എന്താണ്? പിന്നെ നമുക്ക് പഠിക്കാം. എന്തായാലും ഈ വിശന്ന് കൂടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഇത്രയൊക്കെ ശ്രദ്ധിച്ച, ഇത്രയൊക്കെ പഠിച്ച അടക്കത്തോടുകൂടി ഇരുന്ന എല്ലാ മക്കളും നല്ല മക്കളാണ്. എല്ലാവരും വളർന്ന് പഠിച്ച് അല്ലേ നല്ല മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയേറെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സനാതനധർമ്മ സാംസ്കാരിക വേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ച ഈ പരബ്രഹ്മം ട്രസ്റ്റിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആശീർവാദത്തോടുകൂടി ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ സ്വാമി അസംഗാനന്ദഗിരി സ്വാമി മറ്റു വേദിയിലും സദസ്സിലും പവിത്രരായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, സ്നേഹനദികളായ ബാലിക ബാലന്മാരെ എല്ലാവർക്കും നമസ്കാരം. സമയം വളരെ വൈകിയതുകൊണ്ട് നിങ്ങൾ വളരെ വിശപ്പോടുകൂടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ മെയ് 2-ാം തീയതി തുടങ്ങിയ ഈ സമ്മേളനത്തിൽ, ഈ സമാപന സമ്മേളനത്തിൽ എന്താണോ നിങ്ങൾക്ക് തരേണ്ടത് എന്നതിനെക്കുറിച്ചും അതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ആദരണീയ സ്വാമിജികൾ നിങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായി. ഈ ചെറിയ ഗ്രാമത്തിൽ ഇത്രയും കുട്ടികൾ സന്തോഷകരമായിട്ട് ഈ ശിബിരത്തിൽ ഒത്തുകൂടിയെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇനി നിങ്ങളോട് 1-2 കാര്യം പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിർത്താം. എല്ലാവരും ഇങ്ങോട്ടും ശ്രദ്ധിക്കണം. ആദ്യം ഒന്ന് നമുക്ക് ഒന്നിച്ചൊരു നമസ്തേ പറയാം. എന്താ? നമസ്തേ. ഒന്നുകൂടി നമസ്തേ. നമസ്തേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. അറിയാം. ഞാൻ അങ്ങയെ നമസ്കരിക്കുക, എന്നിലുള്ള അങ്ങനെയുള്ള ഈശ്വരാംശത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ കൈവിട്ട് കൂട്ടി ഇങ്ങനെ തൊഴുതായ സമയത്ത് അങ്ങനെയുള്ള ഈശ്വരാംശത്തെ ഞാൻ നമിക്കുക. ആ ഒരു കാഴ്ചപ്പാട്ടോടു കൂടിയാണ് നമ്മുടെ ഗുരുജനങ്ങളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ മാതാപിതാക്കന്മാരെ, നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാം നമ്മൾ കാണുന്നത്. 2 സ്വാമിച്ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എത്ര പേരെ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നു എന്ന്. കുറച്ചു പേരൊക്കെ നാമം ജപിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ മറ്റൊരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. 2 മിനിറ്റ്. നമ്മുടെ വീടുകളിൽ നിലവിളക്ക് ഉള്ള വീട്ടിലെ എത്ര ഒരു കൈയൊന്ന് ഉയർത്തുക. നിലവിളക്ക് കൃത്യമായിട്ട് പറയുക. ഇല്ലാത്തവർ ഉയർത്തിക്കോ. ധൈര്യമായിട്ട് ഉയർത്തിക്കോ. നമ്മളിത് ശരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആശംസ നേരെ നമ്മുടെ പുറകിലിരിക്കുന്ന സജി കുട്ടപ്പനുണ്ട്. അദ്ദേഹം മാന്നാറിലെ ഒരു ഏറ്റവും വലിയൊരു ഓട്ടു വ്യവസായിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും ഒക്കെ ആയിട്ട് ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കടയിലൂടെ ലാഭകരമായിട്ട് ഇവിടത്തൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നിങ്ങളെ ഞാൻ എത്തിച്ചു. അദ്ദേഹം ആശംസ നേരുമ്പോൾ ഈ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് കരുതുന്നു. കാര്യം അടുത്ത നമ്മുടെ ഈ 2 പേരിൽ നിന്ന് പാടാം. ഉദാത്തമായൊരു ലക്ഷ്യം വേണം. ചെല്ലിക്ക് പോരാ. നമസ്തേ പറഞ്ഞാൽ മുഴുവൻ പേര് ബഹളം ഉണ്ടാക്കരുത്. ഉദാത്തമായൊരു ലക്ഷ്യം വേണം. അപ്പം ശകലം കൂടെ ഉച്ചത്തിട്ടല്ലേ. ഉദാത്തമായൊരു ലക്ഷ്യം വേണം.
പിന്നെന്തുവാ? നമുക്ക് മുന്നേറാൻ ഉദാത്തമായൊരു ലക്ഷ്യം വേണം, നമുക്ക് മുന്നേറാൻ മഹത്വമാർന്നൊരു മാർഗം വേണം, നമുക്ക് പിന്തുടരാൻ. രണ്ട് വരികൾ തുടർന്നുള്ള ആ മുഴുവൻ വരികളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. നാം എന്തായി തീരണം. ഇന്നിപ്പോൾ ഈ ഇരിക്കുന്ന +2 തൊട്ട് താഴോട്ടുള്ള കുട്ടികളാണ്. ഒരു 4ാം ക്ലാസ് തൊട്ട് ശരിക്കും നമുക്ക് എന്തായി തീരണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. കൽക്കട്ടയിൽ നടന്നൊരു സംഭവമാണ്. ആ കുട്ടിയുടെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു. അദ്ദേഹം സ്കൂളിൽ പോകുന്നത് കുതിരവണ്ടിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വളരെ രസമാണ് ആ കുതിരവണ്ടിയെ ചാടി ഇങ്ങനെ പോകുന്നത് അല്ലേ? കുതിരവണ്ടിയെ ഇങ്ങനെ ചാടി, അപ്പോൾ ആ ഒരു തലക്കെട്ടൊക്കെ കെട്ടിയ കുതിരക്കാരൻ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ, നരേന്ദ്രൻ്റെ അമ്മ അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ ജീവിതത്തിൽ ആരായി തീരണമെന്നാണ്. അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞത്, എനിക്ക് ആ കുതിരക്കാരനാണ്, ഈ കുതിരക്കാരൻ എന്നെ വണ്ടിയെ കൊണ്ടുപോകുന്ന കുതിരക്കാരനാണ്. അമ്മയത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ അമ്മയുടെ മുറിയിൽ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. ആ കലണ്ടർ എന്താണെന്ന് പറയാൻ വേണ്ടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തായിരുന്നു ആ കലണ്ടർ? ആ കലണ്ടറിൻ്റെ പടമുണ്ട്, അറിയാമോ ആർക്കെങ്കിലും? ഭഗവാൻ ശ്രീകൃഷ്ണൻ കുതിര കളിക്കുന്ന ആ പടമാണ്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മ പറഞ്ഞു, മോനെ ആ കുതിരക്കാരനാണെന്ന്. ഏത് കുതിരക്കാരൻ? ഭഗവാന് തുല്യമായ കുതിരക്കാരനാണ്. അതാണ് ആ ഉദാത്തമായ ഒരു ലക്ഷ്യം വേണം, നമുക്ക് മുന്നേറാൻ. അപ്പം നമ്മളൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യബോധത്തോടെ അദ്ദേഹം പ്രവർത്തിച്ചു. പിൽക്കാലത്ത് ആരായി തീർന്നു അദ്ദേഹം? പറയാമോ ആർക്കെങ്കിലും? നരേന്ദ്രൻ എന്ന ആളെ പിൽക്കാലത്ത് എന്ത് പേരിൽ അറിയപ്പെട്ടു? ആർക്കും അറിയാൻ വയ്യ. നരേന്ദ്രൻ എന്ന ബാലൻ പിൽക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു അറിയാമോ? കൃത്യമാ പറഞ്ഞ ഒച്ചത്തിൽ പറ. സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദ. ബഹുമാനായ അധ്യക്ഷൻ, എൻ്റെ സുഹൃത്തു കൂടിയായ വേദാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ശ്രീ വിശ്വനാഥൻ അവറുകൾ, നമ്മുടെ ഈ ബ്രഹ്മം 2026 സനാതന ധർമ്മ സാംസ്കാരിക വേനലവധി ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ സ്വാമി അസംഗാനന്ദഗിരി അവറുകൾ, വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ഏറ്റവും ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഏറ്റവും ബഹുമാന്യരെ, അതോടൊപ്പം തന്നെ നമ്മുടെ വേദാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഏറ്റവും ബഹുമാന്യർ, വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് വേദാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി നേതൃത്വം കൊടുത്ത് ഇന്നിവിടെ സമാപിക്കുന്ന ബ്രഹ്മം 2026. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന പല ദുഷ്പ്രവണതകൾക്കും അതിൻ്റെ പിന്നിൽ നമ്മൾ ആരാണെന്ന് നോക്കുമ്പോൾ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോന്നും ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ ഏകദേശം കഴിഞ്ഞ 2-ാം തീയതി തുടങ്ങി ഒരാഴ്ച കാലത്തോളം ഈ ബ്രഹ്മം 2026 എന്ന നാമധേയത്തിലെ വിവിധ വിഷയങ്ങളിൽ ഓരോ ദിവസവും അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഏകദേശം 140ഓളം കുഞ്ഞുങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ അവർക്ക് അറിവ് പകർന്നു കൊടുത്ത് അവരെ ഒരു നല്ല ദിശയിലേക്ക് നയിക്കുന്നതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഈ ക്ഷേത്ര ഭരണസമിതി വീണ്ടും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് സഹോദരൻ ശ്രീ ആർ വിശ്വനാഥൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത
ശിവഗിരി മഠത്തിൻ്റെ ഏറെ ആദരണീയനായ സ്വാമിജി വേദിയിൽ ഉപവിഷ്ടമായിട്ടുള്ള സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ വിശിഷ്ട വ്യക്തികളിൽ ഏറെ പ്രിയങ്കരായ കൊച്ചുകുട്ടികളെ സഹോദരി സഹോദരന്മാർ, വളരെ അഭിമാനത്തോടുകൂടിയാണ് ഈ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇത്രയും കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജീവിത മൂല്യങ്ങൾ, സനാതന മൂല്യങ്ങൾ പഠിപ്പിക്കാൻ കാണിച്ച ആ ഒരു പ്രവർത്തനത്തെ, അതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുക. നമ്മൾ ക്രമേണ നടന്ന് അടുക്കുന്ന ഒരു ഉത്കണ്ഠാജനകമായ ഒരു സാഹചര്യമാണ് നമ്മുടെ പരിസരങ്ങളിലുള്ളത്. നമുക്ക് ആ ഉത്കണ്ഠാജനകമായ സാഹചര്യത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഈശ്വര വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമം നമുക്ക് രൂപപ്പെടുത്തണം. സനാതനധർമ്മം എന്ന് പറയുന്നത് സംസ്കൃത പദമാണ്. സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതക്രമം രൂപപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ജീവിത മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെട്ടാൽ സാമൂഹികമായി എല്ലാ നിലയിലുമുള്ള തകർച്ചയിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങും. അതുകൊണ്ട് കുട്ടികളെ, വരുന്ന തലമുറയെ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ക്ഷേത്രത്തിലെ ആചാരങ്ങളെ സംബന്ധിച്ചും ചരിത്രത്തെയും പുരാണങ്ങളെയും സംബന്ധിച്ചും അതിനോടൊപ്പം സ്വഭാവ ശുദ്ധീകരണം, ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സത്യസന്ധമായും നീതിയുക്തമായും സമൂഹത്തിൽ ജീവിക്ക് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചുമൊക്കെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി യഥാർത്ഥ മനുഷ്യനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളരിയായി ബ്രഹ്മം 2026 വളരെ ഫലപ്രദമായി നമ്മളിവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നടത്തി എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത്. ദിവസം പുതിയതായി സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പുസ്തകം, പഠന ഉപകരണങ്ങളുമൊക്കെ വിതരണം ചെയ്യുവാനായിട്ട് ഈ ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 200-ലധികം കുട്ടികൾ കഴിഞ്ഞ 7 ദിവസങ്ങളായി ഈ ക്യാമ്പിൽ പങ്കെടുത്തു വരുന്നു. 5 ദിവസം മുമ്പ് ഏതാണ്ട് 55ഓളം ആൾക്കാർക്ക് ഡയാലിസിസ് കിറ്റ് സൗജന്യമായിട്ട് ഇവിടുന്ന് നൽകിയുണ്ടായി. ഇവിടെ കിട്ടിയ വഞ്ചിയിൽ കിട്ടിയ കാണിക്ക പൊട്ടിച്ചാണ് ആ ഡയാലിസിസ് കിറ്റ് മേടിക്കുവാനായി വിനിയോഗിച്ചത്. അതാണ് പറഞ്ഞത്, പ്രകൃതി രമണീയമായ ഒരിടം, ഭക്തിക്ക് മുൻതൂക്കം, പക്ഷെ കരുണയും ചെയ്യുവാൻ ഒട്ടും മടി കാണിക്കാത്ത ഈ ക്ഷേത്ര ഭരണസമിതി അങ്ങനെ കഴിഞ്ഞ ഏതാണ്ട് 6 മാസക്കാലമായുള്ള ഭക്തജനങ്ങൾക്കായിട്ട് ഇത് വലിയ രീതിയിൽ തുറന്നു കൊടുത്തിട്ട് ഈ 6 മാസക്കാലമായിട്ട് ഈ സമീപ കേരളത്തിലെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രം എന്ന് പറയുന്നതിൽ ഒട്ടും അഭിമാനക്കുറവില്ല. സ്വാമിജി, ബഹുമാനപ്പെട്ട സ്വാമിജി പരബ്രഹ്മത്തെക്കുറിച്ചും ഓച്ചിറയെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുകയുണ്ടായി. ആ ഓച്ചിറയുടെ മൂലസ്ഥാനം എന്ന് തന്നെയാണ് വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ കൂടുതൽ സുദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. മക്കളോടൊക്കെ എനിക്കൊരു ചെറിയ ഉപദേശം മാത്രമേ ഉള്ളൂ. മുതിർന്നവരെ ബഹുമാനിക്കുക. രാവിലെ എണ്ണീക്കുമ്പോൾ വലത് സൈഡ് ചരിഞ്ഞ്, വലത് സൈഡ് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഒന്ന് കാണിച്ച വലത് സൈഡ്, വലത് ഭാഗം ചരിഞ്ഞ് എഴുന്നേൽക്കുക. ഭൂമി ദേവിയെ തൊട്ട് വന്ദിച്ചിട്ട് എഴുന്നേൽക്കുക.
മാതാപിതാക്കളുടെ പാദത്തിൽ തൊട്ട് വന്ദിക്കുക. ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ പൊക്കിക്കേ. മാതാപിതാക്കളെ വന്ദിക്കുന്ന, മാതാപിതാക്കളെ ബഹുമാനിക്കണം. കാണപ്പെട്ട ദൈവം അവരാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ മാതാപിതാക്കളെ വന്നിച്ച് ഒരു ദിവസം തുടങ്ങുക എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഈ കളരിയിൽ നിന്ന് കിട്ടിയ എല്ലാ മൂല്യങ്ങളും നല്ല രീതിയിൽ വിനിയോഗിക്കണം. പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ഭാവങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നടന്നു വന്ന ബ്രഹ്മം 2026 സനാതന ധർമ്മ സാംസ്കാരിക വേനലാവുറ്റാണ്ടിന്റെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷാവതാരംഗിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട വിശ്വനാഥൻ അവർ, അതുപോലെ തന്നെ യോഗ ഉദ്ഘാടനം ചെയ്ത ഗുരുധർമ്മ പ്രചരണ സഭ ശിവഗിരി മഠം സ്വാമിജി അസംഗാനന്ദഗിരി അവർക്ക് മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട സ്വാമിജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹവ്യക്തികളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നീളമായ നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളെ ഞാൻ ആദ്യമായി അനുമോദിക്കുകയാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അറിവിന്റെ വെളിച്ചം നൽകുവാൻ, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും സംസ്കാരമുള്ളവരായി വളരുവാനും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ഈ സമൂഹത്തെ കാണുവാനും അവർക്ക് വെളിച്ചം നൽകുന്ന ഇത്തരം പരിപാടികൾ വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു പരിപാടിയാണ്. ഇനിയുള്ള കാലങ്ങളിലും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതിനായിട്ട് നമ്മുടെ ഈ പുതുനൂറിന്റെ ദേശത്ത് ഇങ്ങനൊരു ട്രസ്റ്റ്, ഒരു ഭരണസമിതി രൂപം കൊള്ളുകയും അതുപോലെ തന്നെ വരും കാലങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഈ വേനലവധി കാലങ്ങളിൽ കുഞ്ഞുങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഭരണസമിതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ബ്രഹ്മം 2026 സനാതന ധർമ്മ സാംസ്കാരിക വേനലവധി ക്യാമ്പ് സമാപന സമ്മേളന പരിപാടിയുടെ അധ്യക്ഷനായി ഇവിടെ ആസനസ്ഥരായിട്ടുള്ള ശ്രീ ആർ വിശ്വനാഥൻ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ്, ഇവിടെ സ്വാഗതം ആശംസിക്കാം. അഖില ഭാരത ശരണ സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശങ്കരപിള്ള അവർ, ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി, RSS ആലപ്പുഴ പത്തനംതിട്ട ജില്ലാ വിഭാഗ സേവാ പ്രമുഖ് ശ്രീ MN ശശിധരൻ അവർ, അതോടൊപ്പം തന്നെ ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ ബഹുമാനിയായ മറ്റ് പ്രമുഖർ, ഇവിടെ ആസക്തരായിട്ടുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, എൻ്റെ സ്നേഹസമ്പന്നരായ കുഞ്ഞുങ്ങളെ, ഇവിടെ ഇപ്പം സ്വാമിജി കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു അടിസ്ഥാന ക്ലാസ് എടുത്തുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ ശശിധരൻ സാറും അതുപോലെ തന്നെ സംസാരിക്കുന്നു. ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞുങ്ങൾ വാങ്ങിക്കാൻ പാടില്ല, അത് അമ്മമാർ മനസ്സിലാക്കിയിരിക്കണം. കുഞ്ഞുങ്ങളെയോ നമ്മൾ ജന്മിച്ച മക്കളെയോ ശപിക്കാൻ പാടില്ല. അമ്മ ശപിച്ചാൽ പിന്നെ ഒരിടത്തും മോചനമില്ല. അച്ഛൻ ശപിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ട സാരമില്ല എന്ന് അമ്മ പറഞ്ഞാൽ ആ ശാപത്തിന് വിലയില്ലതാണ്. അതാണ് അമ്മയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അത് ഒന്ന് ഓർമ്മ വേണം എല്ലാവരും തന്നെ. അപ്പോൾ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ ആ കുട്ടികൾ എൻ്റെ അമ്മയെ കൊണ്ട് എന്നെ ശപിക്കാനുള്ള അവസരം ഉണ്ടാകരുത്, ഞാൻ ആ പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് ആ കുട്ടികൾ വിചാരിക്കണം. യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സംപൂജ്യ അസംഗാനന്ദ
സ്വാമികൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന കുഞ്ഞുമക്കളെ, ഭക്തജനങ്ങൾ, കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ നടന്നു വന്നിരുന്ന ബ്രഹ്മം 2026 സമാപന സമ്മേളനമാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഭാരവാഹികളോട് ഇതിലെത്ര കുഞ്ഞുമക്കൾ പങ്കെടുക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് 100 പ്രതീക്ഷിച്ചത് 160 പേരിൽ പങ്കെടുക്കുന്നു എന്നാണ് അറിഞ്ഞത്. എന്നെ അത് വളരെയധികം ഞെട്ടിച്ചു. ഈ കാലഘട്ടത്തിൽ സനാതന ധർമ്മ ബോധവൽക്കരണത്തിലൊക്കെ ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അതിനാൽ ഇത്തരം ഒരു ക്ഷേത്ര ആരാധനാ സ്ഥലം എന്നതിലുപരി അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ആ സാംസ്കാരിക കേന്ദ്രത്തിൽ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ഇങ്ങനൊരു ക്ഷേത്രത്തിൽ ഇങ്ങനൊരു വേനലവധി ക്യാമ്പ് സാംസ്കാരിക സനാതന ധർമ്മത്തെ പറ്റി പഠിപ്പിക്കാനായിട്ട് മുതിർന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. അതിന് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ, ഞാൻ രക്ഷാധികാരിയും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. സനാതനം എന്ന് പറഞ്ഞാൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് എന്ന് മാത്രമാണ്. അത് നമ്മൾ പരബ്രഹ്മത്തെ പറ്റി സ്വാമിജി പറഞ്ഞ ഒരിതുണ്ട്, ഓച്ചർ പരബ്രഹ്മത്തെ പറ്റി. അത് ഒരു വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത് ആരാണോ, നമ്മൾ മനസ്സറിഞ്ഞ് വിശ്വാസം അർപ്പിക്കുന്നത് ആ രൂപത്തിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ഏത് രൂപത്തിൽ വിശ്വാസം അർപ്പിക്കുന്നോ ആ രൂപത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹം തരും. അദ്ദേഹം പറഞ്ഞ കഥ വളരെ അർത്ഥവത്താണ്. പിന്നെ ഈ സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ കണ്ടത് പ്രകൃതിയെ സ്നേഹിച്ചിരിക്കുന്നു. കാര്യം മനുഷ്യനെ പോലെ ഈ പ്രകൃതി മണ്ണിനും ഈ മണ്ണ് മരങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാം തുല്യ അവകാശമുള്ളതാണ്. ഇവിടെ പ്രകൃതിയിൽ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. അപ്പോൾ അത് വളരെയധികം മറ്റ് സ്ഥലങ്ങളിൽ കാണാത്ത നമ്മൾ പിന്തുടരേണ്ട ഒരു കാര്യമാണ്. അത് തന്നെ ഒരു കാണിക്കാഞ്ചി കിട്ടുന്ന പൈസ ഡയാലിസിസ് ഉപയോഗിക്കുന്നു എന്ന് എഴുതി വെച്ചിരുന്നു. അതും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഒരു ക്ഷേത്രത്തിലെ ഹുണ്ടിയിൽ വീഴുന്ന ആ പൈസ ഒരു ഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ കുഞ്ഞുമക്കൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരോടുള്ള കരുണയാണ് ദൈവം. ഗോഡ് ഈസ് ലവ് എന്നാണ് പറയുന്നത്. നമ്മുടെ ദൈവത്തിന് രൂപമില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ വിശക്കുന്നവൻ്റെ മുന്നിൽ ആഹാരമാണ് ദൈവം. അല്ലെങ്കിൽ നമ്മൾ ഒരു വഴിതെറ്റിയിടത്ത് പോയി അല്ലെങ്കിൽ എവിടെങ്കിലും പൈസ ഇല്ലാതെ നടക്കുന്നു, അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളുടെ മുന്നിൽ എത്തുന്ന ഒരാളാണ് ദൈവം. അപ്പം ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് പിന്തുടരണം എന്ന് ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ഇത് വളരെയധികം ശുഭോദർക്കമാണ്. പ്രത്യേകിച്ച് സനാതന സഭയിലൊക്കെ ഇത് വളരെയധികം കാണാത്തൊരു കാര്യമാണ്. പിന്നെ ഞാനീ പറഞ്ഞത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതേ ഉള്ളൂ. രാമായണമായാലും എന്തായാലും നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുക, അമ്മയെ സ്നേഹിക്കുക, അച്ഛനെ സ്നേഹിക്കുക. പ്രായമായ മുത്തശ്ശന്മാരൊക്കെ ഉണ്ട്, പലരും നമ്മൾ വൃദ്ധസദനത്തിൽ കൊണ്ട് വിടാറുണ്ട്, അമ്മയെ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ. അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികാരം. അത് നിങ്ങൾ പഠിച്ചെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഈ ക്ലാസ്സുകൾ അത് നിർവഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സനാതന ധർമ്മവും ലക്ഷ്യം അഭിമന്യു ശ്രീ ആർ വിശ്വനാഥൻ അവരുടെ സംപൂജ്യ സ്വാമിജി അസംഗാനന്ദഗിരി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, ബ്രഹ്മം 2026 എന്ന സനാതനധർമ്മ വേനലവധി ക്യാമ്പ് ഒരാഴ്ചയായി ഇവിടെ നടന്നു വരികയാണ്. ഇങ്ങനൊരു പ്രോഗ്രാം നടത്താൻ നമ്മൾ ചിന്തിച്ച സമയത്ത് എത്ര കുട്ടികളുണ്ടാകും, എങ്ങനെയാണ് കുട്ടികളെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എങ്കിലും പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി ഇന്ന് നമുക്ക് ഈ സദസ്സ് നിറഞ്ഞിരിക്കുന്ന അത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാക്കി ഇതിനെ മാറ്റാൻ സാധിച്ചതിൽ ഞങ്ങൾ ഇതിൻ്റെ സംഘാടന സമിതി വളരെ കൃതാർത്ഥമാണ്. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി അറിയിക്കുക എന്നതാണ്. യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ശ്രീ ആർ വിശ്വനാഥൻ അവറുകളാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഏവരുടെയും നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു.
എല്ലാവരും ഒരു ക്ലാപ്പ് ചെയ്യണേ. കുഞ്ഞുങ്ങൾ വളരെ ക്ഷീണിതരാണെന്ന് അറിയാം, എങ്കിലും നമ്മൾ ആദ്യം മുതൽ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നല്ല ക്ലാപ്പ് കൊണ്ട് നന്ദി അർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്തത് സ്വാമി അസംഗാനന്ദഗിരിയാണ്. അദ്ദേഹത്തിന്റെ തിരക്കിനിടയിലും ഇവിടെ വരികയും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ സന്ദേശം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിനുള്ള നന്ദി ഈ യോഗത്തിന്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ചടങ്ങിൽ ആശംസ അറിയിച്ച ശ്രീ MN ശശിധരൻ അവറുകൾ, KR മോഹൻ അവറുകൾ, ഗിരീഷ് ഇലഞ്ഞിമൽ അവറുകൾ, സജി കുട്ടപ്പൻ അവറുകൾ, ശ്രീമതി ഉഷ സുഗതൻ, ശ്രീ K വിശ്വനാഥൻ അവറുകൾ, ശ്രീ ശങ്കരപിള്ള, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രഞ്ജിത്ത് എന്നിവരോടെല്ലാം ഉള്ള നന്ദി ഈ വൈകിയ വേളയിൽ ഒറ്റവാക്കിൽ അറിയിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട രജനി ചേച്ചിയും പ്രേമ ചേച്ചിയുമാണ് ഇത്രയധികം കുട്ടികൾ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിച്ചത്. ക്ഷേത്ര സമിതിയുടെ ഭാരവാഹികളും അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും ഇതിന് 24 മണിക്കൂറും ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അവരോടെല്ലാം ഉള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുന്നു. കയ്യടി ചേർന്ന ഇവിടെ ഇരുന്ന് ഈ പരിപാടികളിൽ ഇത്രയും ദിവസം ഈ അവസാന വൈകിയ വേളയിൽ പോലും ഇത്രയും സമയം ഇവിടെ ഇരുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമാണ്, നിങ്ങളോടും ഇവിടെ കുഞ്ഞുങ്ങളെ വിട്ട് ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി തീർത്ത രക്ഷിതാക്കളോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.